ഇന്ന് പുറത്തു വന്ന രണ്ട് ക്രിക്കറ്റ് ന്യൂസാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് ജഡേജയുമായി ബന്ധപ്പെട്ടതാണ്. ജഡേജ T20 വേൾഡ് കപ്പ് കഴിഞ്ഞപ്പോൾ T20യിൽ നിന്ന് വിരമിച്ചു. ഇനി ടെസ്റ്റിലും ഏകദിനത്തിലും മാത്രമാണ് ജഡേജ കളിക്കുക. പക്ഷേ ശ്രീലങ്കൻ ഏകദിനത്തിൽ ജഡേജയെ ടീമിലേക്ക് എടുത്തില്ല. ജഡേജ ചാമ്പ്യൻസ് ട്രോഫിയിൽ കളിക്കില്ലെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ജഡേജ ഇനി BCCI ടീമിലേക്ക് വിളിക്കാൻ സാധ്യത കുറവാണ്. ചാമ്പ്യൻസ് ട്രോഫിയിൽ കളിക്കുന്നവരെ മാത്രമേ ഏകദിനത്തിൽ ഇനി BCCI കളിപ്പിക്കുകയുള്ളൂ. ജഡേജയെ BCCI മനഃപൂർവ്വം ഒഴിവാക്കുകയാണ്. ജഡേജ ഇങ്ങനെ തന്നെ പോയാൽ ഉടനെ തന്നെ വിരമിച്ചേക്കുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ടെസ്റ്റിലും ഏകദിനത്തിൽ നിന്നും ജഡേജ വിരമിക്കാൻ സാധ്യത കൽപ്പിക്കപ്പെടുന്നുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് സഞ്ജു സാംസണുമായി ബന്ധപ്പെട്ടതാണ്. ശ്രീലങ്കൻ ഏകദിനത്തിൽ സഞ്ജുവിനെ ടീമിലേക്ക് എടുത്തില്ല. അവസാന ഏകദിനത്തിൽ സെഞ്ചുറിയാണ് സഞ്ജു അടിച്ചുകൂട്ടിയത്. എന്നിട്ട് സഞ്ജു ടീമിൽ നിന്ന് പുറത്തായി. ഇപ്പോഴിതാ ആരാധകർ പറയുന്നത് സഞ്ജുവിനോട് ഇന്ത്യ വിടണമെന്നാണ്. ഹർഭജൻ, ആകാശ് ചോപ്ര അടക്കം ഒരുപാട് മുൻ താരങ്ങളാണ് സഞ്ജുവിന് സപ്പോർട്ടായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത്. സഞ്ജുവിനെ ഏകദിനത്തിൽ എടുക്കാത്തത് ചതിയാണെന്നാണ് അവർ പറയുന്നത്. ഇത്രയ്ക്കും ഫോമായ ഒരു താരത്തെ എന്തിനാണ് ഒഴിവാക്കിയതെന്നാണ് BCCയോട് എല്ലാവരും ചോദിക്കുന്നത്. സഞ്ജു ഇന്ത്യ വിടാൻ സാധ്യത കൽപ്പിക്കപ്പെടുന്നുണ്ട്. സഞ്ജുവിനെ USA, അയർലൻഡ് പോലുള്ള ടീമുകളിൽ നിന്ന് ഓഫർ വരുന്നുണ്ട്. ഒരു പക്ഷേ സഞ്ജു ഈ ഓഫർ സ്വീകരിച്ചാൽ അവിടെ പോയിട്ട് സഞ്ജുവിനെ മികച്ച രീതിയിൽ കളിക്കാൻ സാധിക്കും. BCCI സഞ്ജുവിന് അവസരങ്ങൾ കൊടുക്കില്ല. ഇനി സഞ്ജു ഡബിൾ സെഞ്ചുറി അടിച്ചാലും BCCIക്ക് ആവശ്യമില്ല. അവർക്ക് ഋഷഭ് പന്ത് പോലുള്ള താരങ്ങളെയാണ് ആവശ്യം. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.